സ്വന്തം സഹോദരന്മാർ തന്നെ മരണത്തിലേക്ക് തള്ളിയിട്ട ഒരു കുഞ്ഞ്. എന്നാൽ പിന്നീട് ഒരു മഹാരാജ്യത്തിൻ്റെ ധാന്യശേഖരത്തിൻ്റെ ചുമതല വഹിച്ച ഭരണാധികാരി. കുറ്റമൊന്നും ചെയ്യാതിരുന്നിട്ടും വർഷങ്ങളോളം ജയിലിൽ കഴിഞ്ഞ ഒരു മനുഷ്യൻ. അവനെ വഞ്ചിച്ചവരോട് പ്രതികാരം ചെയ്യാൻ അധികാരം കിട്ടിയപ്പോൾ പോലും അവൻ പറഞ്ഞത് ഒരു വാചകം മാത്രം: ഇന്ന് നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല. ഇത്രയും പരീക്ഷണങ്ങൾ തരണം ചെയ്ത ഈ മഹാനായ മനുഷ്യൻ ആരായിരുന്നു? ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് അല്ലാഹു ഖുർആനിൽ ഏറ്റവും മനോഹരമായ കഥ എന്ന് വിശേഷിപ്പിച്ച ഒരു പ്രവാചകന്റെ ജീവിതമാണ്. അദ്ദേഹം ആരായിരുന്നു? അതറിയുവാൻ ഈ വീഡിയോ ഫുള്ളായി കാണുക. ഓരോ മഹത്തായ ചരിത്രത്തിനും ഒരു തുടക്കമുണ്ട്. പക്ഷേ ഈ ചരിത്രം ആരംഭിച്ചത് ഒരു യുദ്ധത്തിലൂടെയോ ഒരു രാജാവിൻ്റെ വിജയത്തിലൂടെയോ ആയിരുന്നില്ല. ഒരു കുഞ്ഞിൻ്റെ സ്വപ്നത്തിലൂടെയായിരുന്നു. ആ സ്വപ്നം പിന്നീട് ഒരു കുടുംബത്തെ കണ്ണീരിലാഴ്ത്തി. ഒരു രാജാവിൻ്റെ ചരിത്രം മാറ്റിമറിച്ചു. ലോകാവസാനം വരെ വിശ്വാസികൾക്ക് പ്രത്യാശയുടെ വെളിച്ചമായി മാറുകയും ചെയ്തു. യാക്കൂബ് നബി അലൈഹിസ്സലാമിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മക്കളിലൊരാളായിരുന്നു യൂസുഫ് നബി അലൈഹിസ്സലാം. അല്ലാഹു അദ്ദേഹത്തിന് അപൂർവമായ സൗന്ദര്യവും ശുദ്ധമായ ഹൃദയവും ഭാവിയിൽ പ്രവാചകത്വത്തിൻ്റെ മഹത്തായ പദവിയും നൽകാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ ആ മഹത്തായ സ്ഥാനത്തേക്ക് എത്തുന്നതിനു മുമ്പ് അദ്ദേഹം കടന്നു പോകേണ്ടി വന്ന പരീക്ഷണങ്ങൾ സാധാരണ മനുഷ്യന് ചിന്തിക്കാൻ പോലും കഴിയാത്തവയായിരുന്നു. ഒരു രാത്രി, എല്ലാവരും ഉറക്കത്തിലായിരുന്ന ആ നിശബ്ദ രാത്രിയിൽ, കുഞ്ഞായ യൂസുഫ് നബി അലൈഹിസ്സലാം ഒരു അത്ഭുതകരമായ സ്വപ്നം കണ്ടു. 11 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും എല്ലാവരും അദ്ദേഹത്തിന് സാഷ്ടാംഗം ചെയ്യുന്ന ഒരു ദൃശ്യം. ഉറക്കമുണർന്ന ഉടൻ ആ സ്വപ്നം അദ്ദേഹം തൻ്റെ പ്രിയപ്പെട്ട പിതാവായ യാക്കൂബ് അലൈഹിസ്സലാമിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് പറഞ്ഞു. അന്ന് ആ കുഞ്ഞിന് അറിയില്ലായിരുന്നു ഈ ഒരു സ്വപ്നം തന്നെ തൻ്റെ ജീവിതത്തെ എന്നേക്കുമായി മാറ്റിമറിക്കുമെന്ന്. സ്വപ്നം കേട്ട യാക്കൂബ് അലൈഹിസ്സലാമിൻ്റെ മുഖത്ത് സന്തോഷവും ആശങ്കയും ഒരുമിച്ച് പ്രതിഫലിച്ചു. അത് സാധാരണ സ്വപ്നമല്ലെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അല്ലാഹുവിൽ നിന്ന് ലഭിച്ച ഒരു മഹത്തായ സൂചനയായിരുന്നു അത്. അദ്ദേഹം മകനോട് സ്നേഹത്തോടെ പറഞ്ഞു: മകനെ, ഈ സ്വപ്നം നിന്റെ സഹോദരന്മാരോട് പറയരുത്. അവർ അസൂയപ്പെടുകയും നിനക്കെതിരെ ഗൂഢാലോചന നടത്തുകയും ചെയ്തേക്കാം. തീർച്ചയായും ശൈത്താൻ മനുഷ്യനെ തുറന്ന ശത്രുവാണ്. യൂസുഫ് നബി അലൈഹിസ്സലാം പിതാവിൻ്റെ ഉപദേശം സ്വീകരിച്ചു. വിധി ഇതിനകം തൻ്റെ വഴി എഴുതി കഴിഞ്ഞിരുന്നു. യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ സഹോദരന്മാരുടെ ഹൃദയത്തിൽ അസൂയയുടെ തീ ആളിക്കത്തുകയായിരുന്നു. ആ അസൂയ പിന്നീട് അവരെ ചെയ്യാൻ പ്രേരിപ്പിച്ചത് ചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ ഒരു തീരുമാനമായിരുന്നു. ഒരു കുടുംബത്തിൽ സ്നേഹമുണ്ടെങ്കിൽ അവിടെ സമാധാനവും ഉണ്ടാകും. പക്ഷേ ആ സ്നേഹത്തിനിടയിലേക്ക് അസൂയ കടന്നു വന്നാൽ അതേ കുടുംബം തന്നെ ഒരു യുദ്ധഭൂമിയായി മാറും. യാക്കൂബ് നബി അലൈഹിസ്സലാം യൂസുഫിനെ ഏറെ സ്നേഹിക്കുന്നുവെന്ന് സഹോദരന്മാർക്ക് തോന്നിത്തുടങ്ങി. ആ സ്നേഹം അവർ തെറ്റായി മനസ്സിലാക്കി. പിതാവിൻ്റെ സ്നേഹം പങ്കിടുന്നതിനു പകരം യൂസുഫിനെ തന്നെയാണ് അവർ പ്രശ്നമായി കണ്ടത്. ദിവസങ്ങൾ കടന്നു പോയതോടെ ആ അസൂയ അവരുടെ ഹൃദയങ്ങളിൽ വളർന്നുകൊണ്ടേയിരുന്നു. ഒടുവിൽ അവർ രഹസ്യമായി ഒത്തുകൂടി. നമ്മുടെ പിതാവിൻ്റെ മുഴുവൻ ശ്രദ്ധയും യൂസുഫിലേക്കാണ്. ഇങ്ങനെ തുടർന്നാൽ നമുക്കൊരു സ്ഥാനവും ഉണ്ടാകില്ല. ഒരാൾ പറഞ്ഞു: യൂസുഫിനെ ഇല്ലാതാക്കാം. ആ വാക്കുകൾ കേട്ട് എല്ലാവരും ഒന്ന് നിശബ്ദരായി. മറ്റൊരാൾ പറഞ്ഞു: അല്ല, കൊല്ലേണ്ട. ആരും എത്തിപ്പെടാത്ത ഒരു ആഴമുള്ള കിണറ്റിൽ ഉപേക്ഷിച്ചാൽ മതി. അപ്പോൾ യാത്രക്കാരിൽ ആരെങ്കിലും അവനെ കൊണ്ടുപോകും. ആ നിർദ്ദേശം എല്ലാവരും അംഗീകരിച്ചു. പിറ്റേന്ന് അവർ യാക്കൂബ് നബി അലൈഹിസ്സലാമിൻ്റെ അടുത്തെത്തി. പിതാവേ, യൂസുഫിനെ ഞങ്ങളോടൊപ്പം കളിക്കാൻ വിടൂ. ഞങ്ങൾ അവനെ നന്നായി നോക്കിക്കൊള്ളാം. യാക്കൂബ് നബി അലൈഹിസ്സലാമിൻ്റെ മനസ്സ് അസ്വസ്ഥമായി. അവനെ നിങ്ങളോടൊപ്പം വിടാൻ എനിക്ക് ഭയമുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കാത്ത സമയത്ത് ഒരു ചെന്നായ് വന്നാൽ എന്തു ചെയ്യും? എന്നാൽ അവർ വീണ്ടും വീണ്ടും നിർബന്ധിച്ചു. ഒടുവിൽ മനസ്സിൽ ആശങ്കയോടെയാണെങ്കിലും യാക്കൂബ് നബി അലൈഹിസ്സലാം തൻ്റെ പ്രിയപ്പെട്ട മകനെ അവരുടെ കൂടെ അയച്ചു. യൂസുഫ് നബി അലൈഹിസ്സലാം സന്തോഷത്തോടെ സഹോദരന്മാരോടൊപ്പം യാത്രയായി. പക്ഷേ ആ യാത്ര ഒരു കളിസ്ഥലത്തേക്കല്ലായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണത്തിലേക്കുള്ള യാത്രയായിരുന്നു. ചില യാത്രകൾ സന്തോഷത്തോടെ തുടങ്ങും, പക്ഷേ അവ എവിടെയാണ് അവസാനിക്കുക എന്ന് യാത്ര തുടങ്ങുന്നവർക്ക് പോലും അറിയില്ല. യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ ആ ദിവസത്തെ യാത്രയും അങ്ങനെയായിരുന്നു. സഹോദരന്മാരോടൊപ്പം കളിക്കാനും സമയം ചെലവഴിക്കാനുമാണ് യൂസുഫ് നബി ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്.
അവരെ അദ്ദേഹം പൂർണ്ണമായി വിശ്വസിച്ചിരുന്നു. കാരണം അവർ തൻ്റെ സ്വന്തം സഹോദരന്മാരായിരുന്നുവല്ലോ. എന്നാൽ അവരുടെ മനസ്സിൽ സ്നേഹമല്ല, അസൂയയായിരുന്നു നിറഞ്ഞിരുന്നത്. വീട്ടിൽ നിന്ന് ദൂരെ ആളൊഴിഞ്ഞ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ അവരുടെ മുഖഭാവം മാറി. സ്നേഹത്തോടെ സംസാരിച്ചിരുന്ന സഹോദരന്മാർ പെട്ടെന്ന് പരുഷമായി പെരുമാറാൻ തുടങ്ങി. യൂസുഫ് നബി അലൈഹിസ്സലാമിന് ഒന്നും മനസ്സിലായില്ല. എന്താണ് സംഭവിക്കുന്നത് എന്ന് അദ്ദേഹം ഭയത്തോടെ ചോദിച്ചിരിക്കാം. പക്ഷേ മറുപടിയായി ലഭിച്ചത് ദയയുള്ള വാക്കുകളല്ല, ക്രൂരമായ തീരുമാനമായിരുന്നു. അവർ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പിടിച്ച് ഒരു ആഴമേറിയ കിണറ്റിൻ്റെ അരികിലേക്ക് കൊണ്ടുപോയി. ആ കുഞ്ഞ് കരഞ്ഞു, "സഹോദരന്മാരെ, എന്നെ വിടരുത്." പക്ഷേ അസൂയ ഹൃദയം കീഴടക്കുമ്പോൾ കരുണയ്ക്ക് അവിടെ സ്ഥാനമില്ല. ഒരു നിമിഷം അവർ യൂസുഫ് നബിയെ ആ ഇരുണ്ട കിണറ്റിലേക്ക് തള്ളിയിട്ടു. ആഴമുള്ള കിണറ്റിലേക്ക് വീണ ആ കുഞ്ഞ്, ചുറ്റും കനത്ത ഇരുട്ട്, മുകളിൽ നിന്ന് ആകാശത്തിൻ്റെ ചെറിയൊരു കഷ്ണം മാത്രം. എല്ലാം അവസാനിച്ചതായി തോന്നിയ ആ നിമിഷത്തിൽ അള്ളാഹു അദ്ദേഹത്തെ ഒരിക്കലും കൈവിട്ടില്ല. അള്ളാഹു യൂസുഫ് നബി അലൈഹിസ്സലാമിന് വഹിയിലൂടെ ആശ്വാസം നൽകി. "ഒരു ദിവസം നീ ഈ സംഭവത്തെക്കുറിച്ച് ഇവരോട് പറയുന്ന സമയം വരും. അപ്പോൾ അവർ അത് പ്രതീക്ഷിച്ചിരിക്കുകയില്ല." ആ വാഗ്ദാനം ആ ഇരുണ്ട കിണറ്റിൽ വീണ ആ കുഞ്ഞിന് പ്രതീക്ഷയുടെ വെളിച്ചമായി. എന്നാൽ വീട്ടിൽ യാക്കൂബ് നബി അലൈഹിസ്സലാം തൻ്റെ മകനെ കാത്തിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു, കുറച്ച് നിമിഷങ്ങൾക്കകം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ കണ്ണീരിലാഴ്ത്തുന്ന ഒരു വാർത്ത എത്തുമെന്ന്. ചില കള്ളങ്ങൾ കുറച്ച് സമയത്തേക്ക് മാത്രം സത്യമെന്ന് തോന്നും, പക്ഷേ സത്യം ഒരിക്കലും മരിക്കില്ല. അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് അത് വെളിച്ചത്ത് വരും. കിണറ്റിലേക്ക് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ തള്ളിയതിനു ശേഷം സഹോദരന്മാർ അവിടെ നിന്ന് മടങ്ങി. പക്ഷേ വീട്ടിൽ എന്തു പറയണം? പിതാവിനെ എങ്ങനെ വിശ്വസിപ്പിക്കണം? അതിന് അവർ ഒരു ക്രൂരമായ പദ്ധതി തയ്യാറാക്കി. യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ കുപ്പായമെടുത്ത് ഒരു മൃഗത്തിൻ്റെ രക്തം അതിൽ പുരട്ടി. അതിനുശേഷം രാത്രിയായപ്പോൾ അവർ കരഞ്ഞുകൊണ്ട് യാക്കൂബ് നബി അലൈഹിസ്സലാമിൻ്റെ അടുത്തെത്തി. "പിതാവേ, ഞങ്ങൾ ഓട്ടമത്സരത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. യൂസുഫിനെ ഞങ്ങളുടെ സാധനങ്ങളുടെ അടുത്ത് വിട്ടിരുന്നു. അപ്പോൾ ഒരു ചെന്നായ വന്ന് അവനെ തിന്നുകളഞ്ഞു." അവർ രക്തം പുരണ്ട കുപ്പായം യാക്കൂബ് നബി അലൈഹിസ്സലാമിൻ്റെ മുന്നിൽ വെച്ചു. ഒരു നിമിഷം ആ പിതാവ് ആ കുപ്പായത്തിലേക്ക് നോക്കി, പിന്നീട് മക്കളുടെ മുഖത്തേക്കും. അദ്ദേഹത്തിന് മനസ്സിലായി, ഈ കഥയിൽ എന്തോ പൊരുത്തക്കേടുണ്ട്. കാരണം ചെന്നായ ഒരു കുട്ടിയെ തിന്നുകയാണെങ്കിൽ അവൻ്റെ കുപ്പായം ഇങ്ങനെ കീറാതെയും കേടുപാടില്ലാതെയും എങ്ങനെയിരിക്കും? അപ്പോൾ യാക്കൂബ് നബി അലൈഹിസ്സലാം അവരോട് വഴക്കിട്ടില്ല, ശപിച്ചില്ല. പകരം അദ്ദേഹം ചരിത്രത്തിൽ ഇന്നും മുഴങ്ങുന്ന ഒരു വാക്ക് പറഞ്ഞു, "എനിക്ക് ആശ്രയം അള്ളാഹു ആണ്." ആ രാത്രിയിൽ ഒരു പിതാവിന് തൻ്റെ പ്രിയപ്പെട്ട മകൻ നഷ്ടപ്പെട്ട വേദനയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ പ്രതീക്ഷയുടെ വിളക്ക് അണഞ്ഞിരുന്നില്ല. അതേസമയം ആ ഇരുണ്ട കിണറ്റിൽ ഒരു അത്ഭുതം സംഭവിക്കാൻ പോകുകയായിരുന്നു. ലോകം മുഴുവൻ നിന്നെ ഉപേക്ഷിച്ചെന്ന് തോന്നുന്ന നിമിഷമുണ്ടാകാം. പക്ഷേ അള്ളാഹു കൂടെയുണ്ടെങ്കിൽ നീ ഒരിക്കലും ഒറ്റയ്ക്കാവില്ല. ആ സത്യം തെളിയിക്കാൻ പോകുകയാണ് യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ ജീവിതം. കിണറിൻ്റെ ആഴങ്ങളിൽ യൂസുഫ് നബി അലൈഹിസ്സലാം ഒറ്റയ്ക്കായിരുന്നു. ചുറ്റും കനത്ത ഇരുട്ട്, മുകളിൽ ചെറിയൊരു ആകാശത്തിൻ്റെ നിലാവ് മാത്രം. വിശപ്പും ദാഹവും ഭയവും ഒരു കൊച്ചുകുട്ടിക്ക് സഹിക്കാനാവാത്ത അവസ്ഥ. എന്നാൽ ആ ഇരുട്ടിലും അദ്ദേഹത്തിൻ്റെ ഹൃദയം അള്ളാഹുവിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തിയില്ല. ദിവസങ്ങൾ കടന്നുപോയി. അങ്ങനെ ഒരു ദിവസം ആ വഴിയിലൂടെ ഒരു വലിയ വ്യാപാര സംഘം കടന്നുപോയി. വിശ്രമിക്കാനായി അവർ അവിടെ തങ്ങി. വെള്ളം എടുക്കാൻ ഒരാൾ കിണറ്റിലേക്ക് ബക്കറ്റ് ഇറക്കി. പക്ഷേ ആ ബക്കറ്റ് മുകളിലേക്കുയർത്തിയപ്പോൾ വെള്ളത്തിനു പകരം അതിൽ പിടിച്ചിരുന്നത് ഒരു കൊച്ചുകുട്ടിയായിരുന്നു. അയാൾ അത്ഭുതത്തോടെ വിളിച്ചു പറഞ്ഞു, "ഇതാ ഒരു കുട്ടി." ആ നിമിഷം കിണറിൻ്റെ ഇരുട്ടിൽ നിന്ന് യൂസുഫ് നബി അലൈഹിസ്സലാം വെളിച്ചത്തിലേക്കുയർന്നു. പക്ഷേ അന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ തുടക്കമായിരുന്നില്ല, പുതിയൊരു പരീക്ഷണത്തിൻ്റെ തുടക്കമായിരുന്നു. ആ വ്യാപാരികൾ അദ്ദേഹത്തെ സ്വന്തം മകനായി കണ്ടില്ല, ഒരു അടിമയായി വിറ്റാൽ ലാഭം ലഭിക്കുന്ന വസ്തുവായിട്ടാണ് കണ്ടത്. അവർ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ മിസ്രിലേക്ക് കൊണ്ടുപോയി. അവിടെ വളരെ ചെറിയ വിലക്ക് ഒരു അടിമയെപ്പോലെ അദ്ദേഹത്തെ വിറ്റു. പക്ഷേ അവർ അറിഞ്ഞിരുന്നില്ല, അവർ വിറ്റത് ഒരു സാധാരണ ബാലനെയല്ല, ഭാവിയിൽ ഒരു പ്രവാചകനാകാനും ഒരു രാജ്യത്തിൻ്റെ വിശ്വസ്തനായ ഭരണാധികാരിയാകാനും അള്ളാഹു തിരഞ്ഞെടുത്ത വ്യക്തിയായിരുന്നു എന്ന്. മനുഷ്യർ നിന്നെ വില കുറച്ച് കണ്ടേക്കാം, പക്ഷേ അള്ളാഹു നിനക്കായി നിശ്ചയിച്ചിരിക്കുന്ന സ്ഥാനത്തിൻ്റെ വില ആർക്കും കുറയ്ക്കാനാവില്ല.
മിസ്രിലെ തിരക്കേറിയ ചന്തയിൽ നിരവധി അടിമകളെപ്പോലെ യൂസുഫ് നബി അലൈഹിസ്സലാമും വിൽപ്പനയ്ക്ക് നിർത്തി. കിണറ്റിൽ നിന്ന് രക്ഷപ്പെട്ട ആ ബാലന് ഇനി എന്ത് സംഭവിക്കുമെന്ന് ആർക്കും അറിയില്ലായിരുന്നു. അപ്പോഴാണ് മിസ്രിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തെ കണ്ടത്. യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ മുഖത്തെ ശാന്തതയും മാന്യതയും കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു പ്രത്യേക തോന്നലുണ്ടായി. അദ്ദേഹം യൂസുഫ് നബി അലൈഹിസ്സലാമിനെ വാങ്ങി തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഭാര്യയോട് അദ്ദേഹം പറഞ്ഞു, ഇദ്ദേഹത്തെ ആദരവോടെ പാർപ്പിക്കുക. ഒരുപക്ഷേ ഇദ്ദേഹം നമുക്ക് ഉപകാരപ്പെടാം, അല്ലെങ്കിൽ നമുക്ക് മകനായി സ്വീകരിക്കാം. അങ്ങനെ ഒരു അടിമയായി കൊട്ടാരത്തിലെത്തിയ യൂസുഫ് നബി അലൈഹിസ്സലാമിന് അള്ളാഹു പുതിയൊരു ജീവിതം ഒരുക്കുകയായിരുന്നു. വർഷങ്ങൾ കടന്നുപോയി. ആ കൊച്ചുകുട്ടി ഇപ്പോൾ സുന്ദരനായ, ജ്ഞാനിയായ, സൽസ്വഭാവമുള്ള ഒരു യുവാവായി വളർന്നു. അള്ളാഹു അദ്ദേഹത്തിന് അപൂർവമായ സൗന്ദര്യവും ആഴത്തിലുള്ള ജ്ഞാനവും ശരിയായ വിധി നിർണയശേഷിയും നൽകി. അദ്ദേഹത്തെ കാണുന്നവർ എല്ലാവരും ആദരവോടെ നോക്കുമായിരുന്നു. പക്ഷേ ഓരോ പരീക്ഷണവും കഴിഞ്ഞാൽ മറ്റൊരു പരീക്ഷണം കാത്തിരിക്കുന്നത് പോലെ യൂസുഫ് നബിയുടെ ജീവിതത്തിലെ ഏറ്റവും കഠിനമായ പരീക്ഷണം ഇനി ആരംഭിക്കാനിരിക്കുകയാണ്. അത് ശത്രുക്കളിൽ നിന്നല്ല, അദ്ദേഹം താമസിച്ചിരുന്ന കൊട്ടാരത്തിനുള്ളിൽ നിന്നായിരുന്നു. ജീവിതത്തിലെ എല്ലാ പരീക്ഷണങ്ങളും ദാരിദ്ര്യത്തിലോ കഷ്ടപ്പാടിലോ മാത്രമല്ല വരുന്നത്. ചിലപ്പോൾ സമ്പത്തും സൗന്ദര്യവും അധികാരവും തന്നെ ഏറ്റവും വലിയ പരീക്ഷണമായി മാറും. യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ ജീവിതത്തിൽ അങ്ങനെയൊരു നിമിഷമെത്തി. വർഷങ്ങൾ കടന്നുപോയി. കൊട്ടാരത്തിൽ വളർന്ന യൂസുഫ് നബി ഇപ്പോൾ യുവാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ സൗന്ദര്യം കാണുന്നവരെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. എന്നാൽ ആ സൗന്ദര്യത്തെക്കാൾ മനോഹരമായിരുന്നു അദ്ദേഹത്തിൻ്റെ വിശ്വാസവും സ്വഭാവവും. ഒരു ദിവസം കൊട്ടാരത്തിൽ ആരുമില്ലാത്ത സമയം നോക്കി വീട്ടുടമയുടെ ഭാര്യ എല്ലാ വാതിലുകളും അടച്ചു. യൂസുഫ് നബിയുടെ അടുത്തേക്ക് വന്ന് തെറ്റിലേക്ക് ക്ഷണിച്ചു. ഒരു നിമിഷം ആരും കാണുന്നില്ല, ആരും തടയാനില്ല. പക്ഷേ ഒരു കാര്യം യൂസുഫ് നബി ഒരിക്കലും മറന്നില്ല. എന്നെ എൻ്റെ റബ്ബ് കാണുന്നുണ്ട്. അദ്ദേഹം ഉടൻ പിന്നോട്ട് മാറി. ഞാൻ അള്ളാഹുവിൽ അഭയം തേടുന്നു. എൻ്റെ യജമാനൻ എന്നെ നല്ല രീതിയിൽ പരിചരിച്ചിട്ടുണ്ട്. അനീതി ചെയ്യുന്നവർ ഒരിക്കലും വിജയിക്കുകയില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം വാതിലിലേക്ക് ഓടി. ആ സ്ത്രീ അദ്ദേഹത്തെ പിടിക്കാൻ ശ്രമിച്ചു. ആ ഓട്ടത്തിനിടയിൽ യൂസുഫ് നബിയുടെ കുപ്പായം പിന്നിൽ നിന്ന് കീറിപ്പോയി. അതേസമയം വാതിൽ തുറന്ന് മുന്നിൽ നിന്നത് ആ വീട്ടിലെ യജമാനനായിരുന്നു. ഒരു നിമിഷം സത്യം പുറത്തു വരുമെന്ന് തോന്നി. പക്ഷേ ആ സ്ത്രീ ഉടൻ തന്നെ കുറ്റം യൂസുഫ് നബിയുടെ മേൽ ചുമത്തി. ഇദ്ദേഹമാണ് എന്നോട് തെറ്റ് ചെയ്യാൻ ശ്രമിച്ചത്. ചിലപ്പോൾ നിരപരാധികളാണ് ആദ്യം കുറ്റവാളികളായി മുദ്ര കുത്തപ്പെടുന്നത്. പക്ഷേ അള്ളാഹു ഒരു സത്യവിശ്വാസിയെ ഒരിക്കലും കൈവിടില്ല. വീട്ടിലെ യജമാനൻ മുന്നിൽ നിൽക്കുകയായിരുന്നു. ഒരു വശത്ത് യൂസുഫ് നബി അലൈഹിസ്സലാം, മറ്റൊരു വശത്ത് സ്വന്തം ഭാര്യ. ആരെയാണ് വിശ്വസിക്കേണ്ടത്? വീട്ടുടമയുടെ ഭാര്യ ഉടൻ പറഞ്ഞു, ഇദ്ദേഹം എന്നോട് മോശം ഉദ്ദേശത്തോടെ വന്നു. ഇത്തരമൊരു ആളിന് ശിക്ഷയില്ലാതെ മറ്റെന്താണ് വേണ്ടത്? പക്ഷേ യൂസുഫ് നബി അലൈഹിസ്സലാം ശാന്തനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, അല്ല, എന്നെയല്ല, ഇവരാണ് എന്നെ തെറ്റിലേക്ക് വിളിച്ചത്. ഒരു നിമിഷം അവിടെ നിശബ്ദത പടർന്നു. അപ്പോഴാണ് അവരുടെ കുടുംബത്തിൽ നിന്നുള്ള ഒരാൾ ഒരു നിർണായക നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. യൂസുഫിൻ്റെ കുപ്പായം മുന്നിൽ നിന്നാണ് കീറിയതെങ്കിൽ കുറ്റം അദ്ദേഹത്തിനാണ്. എന്നാൽ പിന്നിൽ നിന്നാണ് കീറിയതെങ്കിൽ അദ്ദേഹം ഓടി രക്ഷപ്പെടുകയായിരുന്നു. അപ്പോൾ കുറ്റം സ്ത്രീക്കായിരിക്കും. ഉടൻ കുപ്പായം പരിശോധിച്ചു. എല്ലാവരും കണ്ടു, കുപ്പായം പിന്നിൽ നിന്നാണ് കീറിയിരുന്നത്. അതോടെ സത്യം വെളിവായി. യൂസുഫ് നബി അലൈഹിസ്സലാം നിരപരാധിയാണെന്ന് വ്യക്തമായി. വീട്ടുടമ ഭാര്യയോട് പറഞ്ഞു, നീ അള്ളാഹുവിനോട് പാപമോചനം തേടുക. നീയാണ് തെറ്റ് ചെയ്തത്. പക്ഷേ കഥ അവിടെ അവസാനിച്ചില്ല. ഈ സംഭവം മിസ്ർ നഗരമൊട്ടാകെ പരന്നു. സ്ത്രീകൾ പറയാൻ തുടങ്ങി, ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ്റെ ഭാര്യ സ്വന്തം അടിമയോട് പ്രണയത്തിലായെന്നോ. ഈ വാക്കുകൾ കേട്ടപ്പോൾ അവൾ ഒരു പദ്ധതി ഒരുക്കി. ആ പദ്ധതി മിസ്രിലെ എല്ലാ സ്ത്രീകളെയും അമ്പരിപ്പിക്കാൻ പോകുന്നതായിരുന്നു. സത്യം പുറത്തു വന്നിട്ടും ചിലരുടെ അഹങ്കാരം തോൽവി സമ്മതിക്കില്ല. അത് മറച്ചുവെക്കാൻ അവർ പുതിയ വഴികൾ തേടും. മിസ്രിലെ ആ ഉന്നത ഉദ്യോഗസ്ഥൻ്റെ ഭാര്യയും അങ്ങനെ തന്നെയായിരുന്നു. നഗരത്തിലെ സ്ത്രീകൾ അവളെ പരിഹസിക്കാൻ തുടങ്ങി. ഒരു ഉന്നത കുടുംബത്തിലെ സ്ത്രീ സ്വന്തം വീട്ടിലെ ഒരു യുവാവിനോട് ആകർഷണം തോന്നിയെന്നോ. ഈ വാക്കുകൾ അവളുടെ ചെവിയിലെത്തി. അവൾ ചിരിച്ചു. നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തുന്നുവല്ലേ? എന്നാൽ ആദ്യം അവനെ നിങ്ങൾ കണ്ടു നോക്കൂ. അവൾ നഗരത്തിലെ പ്രമുഖ സ്ത്രീകളെ തൻ്റെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു. അവർ ആദരവോടെ ഇരിപ്പിടങ്ങൾ ഒരുക്കി, പഴങ്ങൾ നൽകി. ഓരോരുത്തരുടെയും കയ്യിൽ ഒരു ചെറിയ കത്തിയും നൽകി. പഴം മുറിക്കാൻ തുടങ്ങിയ ആ നിമിഷത്തിൽ അവൾ യൂസുഫ് നബിയോട് പുറത്തേക്ക് വരാൻ പറഞ്ഞു.
യൂസുഫ് നബി അലൈഹിസ്സലാം അകത്തുനിന്ന് പുറത്തേക്ക് നടന്നു. ഒരു നിമിഷം ആ സ്ത്രീകളുടെ കണ്ണുകൾ അദ്ദേഹത്തിലേക്ക് പതിഞ്ഞു. അദ്ദേഹത്തിൻ്റെ സൗന്ദര്യം കണ്ട് അവർ വിസ്മയിച്ചു പോയി. കയ്യിലുണ്ടായിരുന്ന കത്തി പഴത്തിലല്ല, സ്വന്തം കൈകളിലേക്കാണ് നീങ്ങിയത്. രക്തമൊഴുകാൻ തുടങ്ങിയിട്ടും അവർ അതറിഞ്ഞില്ല. അവർ അത്ഭുതത്തോടെ പറഞ്ഞു, സുബ്ഹാനല്ലാ, ഇതൊരു മനുഷ്യനല്ല, മാന്യനായ ഒരു മലക്കാകണം. അപ്പോഴാണ് ആ സ്ത്രീ അഭിമാനത്തോടെ പറഞ്ഞത്, നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തിയ ആ വ്യക്തി ഇതാണ്. എന്നിട്ടും യൂസുഫ് നബി തൻ്റെ റബ്ബിനോടുള്ള വിശ്വസ്തതയിൽ ഒരു മാറ്റവും വരുത്തിയില്ല. അവസാനം അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, എൻ്റെ റബ്ബേ, ഇവർ എന്നെ ക്ഷണിക്കുന്ന പാപത്തേക്കാൾ എനിക്ക് ജയിൽ തന്നെയാണ് കൂടുതൽ പ്രിയപ്പെട്ടത്. ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു. പക്ഷേ അതിൻ്റെ ഫലമായി യൂസുഫ് നബിക്ക് ലഭിച്ചത് സ്വാതന്ത്ര്യമല്ല, ജയിലിൻ്റെ ഇരുമ്പ് വാതിലുകളായിരുന്നു. മനുഷ്യർ വിധി പറഞ്ഞാൽ അത് അവസാനമാകാം. പക്ഷേ അള്ളാഹു ഒരു വഴി തുറക്കാൻ തീരുമാനിച്ചാൽ അടഞ്ഞ വാതിലുകൾ പോലും പുതിയ തുടക്കങ്ങളായി മാറും. യൂസുഫ് നബി അലൈഹിസ്സലാം ഒരു കുറ്റവും ചെയ്തിരുന്നില്ല. എന്നിട്ടും സമൂഹത്തിൻ്റെ മാനക്കേട് മറച്ചുവെക്കാൻ അധികാരമുള്ളവർ ഒരു തീരുമാനമെടുത്തു, യൂസുഫിനെ കുറച്ചുകാലം ജയിലിൽ അടക്കുക. അങ്ങനെ ഒരു കൊട്ടാരത്തിൽ ആദരവോടെ ജീവിച്ചിരുന്ന ഒരു യുവാവ് ഒരു നിമിഷം കൊണ്ട് ജയിലിൽ തടവുകാരനായി മാറി. പക്ഷേ ജയിലിൽ പ്രവേശിച്ചപ്പോഴും അദ്ദേഹത്തിൻ്റെ മുഖത്ത് നിരാശ ഉണ്ടായിരുന്നില്ല. കാരണം അദ്ദേഹത്തിന് അറിയാമായിരുന്നു, എൻ്റെ റബ്ബ് എന്നെ ഒരിക്കലും കൈവിടില്ല എന്ന്. ജയിലിലെ മറ്റു തടവുകാർ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം, സംസാര രീതി, ഇബാദത്ത്, സത്യസന്ധത എല്ലാം അവരെ ആകർഷിച്ചു. അവരിൽ 2 യുവാക്കൾ ഒരേ രാത്രിയിൽ വ്യത്യസ്ത സ്വപ്നങ്ങൾ കണ്ടു. ഒരാൾ പറഞ്ഞു, ഞാൻ സ്വപ്നത്തിൽ മുന്തിരിപ്പഴം പിഴിഞ്ഞ് രാജാവിന് പാനീയം തയ്യാറാക്കുന്നതായി കണ്ടു. എൻ്റെ തലയിൽ ഒരു കൊട്ടയിൽ റൊട്ടി ചുമന്ന് നടക്കുന്നതായി കണ്ടു. പക്ഷികൾ അതിൽ നിന്ന് കൊത്തി തിന്നുന്നതും ഞാൻ കണ്ടു. അവർ 2 പേരും യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ അടുത്തേക്ക് വന്നു പറഞ്ഞു, ഞങ്ങൾ നിങ്ങളെ ഒരു വ്യക്തിയായി കാണുന്നു. ഞങ്ങളുടെ സ്വപ്നങ്ങളുടെ അർത്ഥം പറഞ്ഞു തരുമോ? പക്ഷേ യൂസുഫ് നബി ഉടൻ സ്വപ്നത്തിൽ വ്യാഖ്യാനം പറഞ്ഞില്ല. ആദ്യം അദ്ദേഹം അവരെ അള്ളാഹുവിൻ്റെ ഏകത്വത്തിലേക്ക് ക്ഷണിച്ചു. കാരണം ഓരോ അവസരവും അദ്ദേഹം ദഅവത്തിനുള്ള മാർഗമാക്കി മാറ്റുകയായിരുന്നു. പിന്നീട് അദ്ദേഹം ആ 2 സ്വപ്നങ്ങളുടെയും അത്ഭുതകരമായ വ്യാഖ്യാനം പറഞ്ഞു. ചില വാക്കുകൾ പറഞ്ഞ നിമിഷം ആരും വിശ്വസിക്കില്ല. പക്ഷേ സമയം കടന്നു പോകുമ്പോൾ ലോകം തന്നെ അത് സത്യമാണെന്ന് സമ്മതിക്കും. യൂസുഫ് നബി പറഞ്ഞ സ്വപ്ന വ്യാഖ്യാനവും അങ്ങനെയായിരുന്നു. 2 തടവുകാർ ശ്വാസമടക്കി യൂസുഫ് നബിയുടെ മറുപടി കേട്ടു. യൂസുഫ് ശാന്തമായി പറഞ്ഞു, നിങ്ങളിൽ ഒരാൾ വീണ്ടും രാജാവിൻ്റെ സേവനത്തിലേക്ക് മടങ്ങും. രാജാവിന് പാനീയം നൽകുന്ന പഴയ ജോലി തന്നെ അദ്ദേഹത്തിന് ലഭിക്കും. എന്നാൽ മറ്റേയാൾ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടും. പിന്നീട് പക്ഷികൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് കൊത്തിത്തിന്നും. ആ വാക്കുകൾ കേട്ട് അവർ അമ്പരന്നു. ദിവസങ്ങൾ കടന്നുപോയി. പിന്നീട് അള്ളാഹു നിശ്ചയിച്ചതുപോലെ എല്ലാം സംഭവിച്ചു. ഒരാൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് മടങ്ങി. മറ്റേയാൾക്ക് യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞതുപോലെ തന്നെ ശിക്ഷ ലഭിച്ചു. അപ്പോൾ ജയിലിൽ നിന്ന് മോചിതനായ ആ മനുഷ്യനോട് യൂസുഫ് നബി ഒരു അപേക്ഷ പറഞ്ഞു, നീ രാജാവിൻ്റെ അടുത്തെത്തുമ്പോൾ എന്നെക്കുറിച്ച് അദ്ദേഹത്തോട് പറയണം. അയാൾ സമ്മതിച്ചു. പക്ഷേ കൊട്ടാരത്തിലെ തിരക്കുകളും ലോകകാര്യങ്ങളും അദ്ദേഹത്തെ ആ വാഗ്ദാനം മറക്കാൻ ഇടയാക്കി. യൂസുഫ് നബി അലൈഹിസ്സലാം നിരപരാധിയായിട്ടും വീണ്ടും വർഷങ്ങളോളം ജയിലിൽ തന്നെ തുടർന്നു. എന്നാൽ അള്ളാഹുവിൻ്റെ പദ്ധതി ഒരിക്കലും വൈകിയില്ല. ഒരു രാത്രി മിസ്രിലെ രാജാവ് അതിശയിപ്പിക്കുന്ന ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം യൂസുഫ് നബിയുടെ ജീവിതം എന്നേക്കുമായി മാറ്റിമറിക്കാൻ പോകുകയായിരുന്നു. ആ സ്വപ്നം എന്തായിരുന്നു? അള്ളാഹു ഒരാളെ ഉയർത്താൻ തീരുമാനിച്ചാൽ ആ തീരുമാനത്തെ തടയാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയില്ല. അതിന് അള്ളാഹു ചിലപ്പോൾ ഒരു സ്വപ്നത്തെ പോലും കാരണമാക്കും. വർഷങ്ങളായി യൂസുഫ് നബി അലൈഹിസ്സലാം ജയിലിൽ തന്നെയായിരുന്നു. പക്ഷേ ഒരു രാത്രി മിസ്രിലെ രാജാവ് അസാധാരണമായ ഒരു സ്വപ്നം കണ്ടു. രാവിലെ അദ്ദേഹം തൻ്റെ മന്ത്രിമാരെയും ജ്ഞാനികളെയും കൊട്ടാരത്തിലേക്ക് വിളിച്ചു. രാജാവ് പറഞ്ഞു, ഞാൻ സ്വപ്നത്തിൽ 7 തടിച്ച പശുക്കളെ കണ്ടു. അവയെ 7 മെലിഞ്ഞ പശുക്കൾ തിന്നുന്നു. പിന്നെ 7 പച്ച കതിരുകളും 7 ഉണങ്ങിയ കതിരുകളും കണ്ടു. ഈ സ്വപ്നത്തിൻ്റെ അർത്ഥം ആർക്കെങ്കിലും അറിയുമോ? കൊട്ടാരം മുഴുവൻ നിശബ്ദമായി.
ഒരാൾക്കും അതിൻ്റെ അർത്ഥം മനസ്സിലായില്ല. അവർ പറഞ്ഞു, ഇത് വെറുമൊരു കുഴഞ്ഞ സ്വപ്നമാണ്, ഞങ്ങൾക്കിതിൻ്റെ വ്യാഖ്യാനം അറിയില്ല. അപ്പോഴാണ് വർഷങ്ങൾക്ക് മുമ്പേ ജയിലിൽ യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ കൂടെയുണ്ടായിരുന്ന ആ മനുഷ്യന് ഒരു കാര്യം ഓർമ്മ വന്നത്. എനിക്കറിയാം, ഈ സ്വപ്നത്തിൻ്റെ അർത്ഥം പറഞ്ഞു തരാൻ കഴിയുന്ന ഒരാളുണ്ട്. ഉടൻ അദ്ദേഹം ജയിലിലേക്കോടി. വർഷങ്ങൾക്കു ശേഷം വീണ്ടും യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് പറഞ്ഞു, യൂസുഫേ, രാജാവ് ഒരു വിചിത്രമായ സ്വപ്നം കണ്ടിരിക്കുന്നു. അതിൻ്റെ അർത്ഥം പറഞ്ഞു തരൂ. യൂസുഫ് നബി അലൈഹിസ്സലാം ഒരു നിമിഷം പോലും ആലോചിക്കാതെ മറുപടി പറഞ്ഞു, 7 വർഷം സമൃദ്ധമായി കൃഷി ചെയ്യുക, വിളവെടുത്ത ധാന്യം കതിരോട് കൂടി സൂക്ഷിക്കുക. അതിനുശേഷം 7 വർഷം കടുത്ത ക്ഷാമം വരും. അപ്പോൾ നിങ്ങൾ ശേഖരിച്ച ധാന്യമാണ് ജനങ്ങളെ രക്ഷിക്കുക. അതിനുശേഷം വീണ്ടും സമൃദ്ധിയുടെ വർഷം വരും. ഈ മറുപടി രാജാവിനെ അത്ഭുതപ്പെടുത്തി. പക്ഷേ യൂസുഫ് നബി അലൈഹിസ്സലാം ഉടൻ ജയിൽ വിട്ടിറങ്ങിയില്ല. ആദ്യം എന്നെ ജയിലിലാക്കിയ സംഭവത്തിൻ്റെ സത്യം പുറത്തു വരണം. എൻ്റെ നിരപരാധിത്വം എല്ലാവരും അറിയണം. കാരണം യൂസുഫ് നബി അലൈഹിസ്സലാമിന് സ്വാതന്ത്ര്യം മാത്രം പോരായിരുന്നു, സത്യവും നീതിയും എല്ലാവർക്കും മുന്നിൽ തെളിയണം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അള്ളാഹു സത്യത്തെ വെളിപ്പെടുത്താൻ തീരുമാനിച്ചാൽ സ്വയം തകർന്നു വീഴും. രാജാവ് ഉടൻ ഉത്തരവിട്ടു, യൂസുഫിനെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരൂ. ജയിലിൻ്റെ വാതിൽ തുറന്നു. വർഷങ്ങളായി കാത്തിരുന്ന സ്വാതന്ത്ര്യം യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ മുന്നിലായിരുന്നു. പക്ഷേ യൂസുഫ് നബി പുറത്തിറങ്ങാൻ തിടുക്കം കാട്ടിയില്ല. അദ്ദേഹം രാജാവിനോട് ഒരു സന്ദേശം അയച്ചു. എന്നെ ജയിലിലാക്കിയ സംഭവത്തിൻ്റെ സത്യം അന്വേഷിക്കണം. സ്വന്തം കൈകൾ മുറിച്ച സ്ത്രീകളുടെ കാര്യം രാജാവ് അന്വേഷിക്കട്ടെ. തീർച്ചയായും എൻ്റെ റബ്ബിനെ എല്ലാം അറിയാം. രാജാവ് ഉടൻ അന്വേഷണം നടത്തി. കൊട്ടാരത്തിലേക്ക് ആ സ്ത്രീകളെ വിളിച്ചു വരുത്തി. അദ്ദേഹം ചോദിച്ചു, യൂസുഫിനെ നിങ്ങൾ തെറ്റിലേക്ക് വിളിച്ചപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? അവിടെ വീണ്ടും നിശബ്ദത. ഒടുവിൽ അവർ ഒരേ സ്വരത്തിൽ പറഞ്ഞു, അള്ളാഹു ആണ് സാക്ഷി, ഞങ്ങൾക്കോ യൂസുഫിനെ കുറിച്ച് യാതൊരു തിന്മയും അറിയില്ല. അപ്പോൾ വർഷങ്ങളായി സത്യം മറച്ചു വെച്ചിരുന്ന ആ ഉന്നത ഉദ്യോഗസ്ഥന്റെ ഭാര്യ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ഇപ്പോൾ സത്യം വെളിവായിരിക്കുന്നു. തെറ്റിലേക്ക് ഞാൻ തന്നെയാണ് അദ്ദേഹത്തെ ക്ഷണിച്ചത്. യൂസുഫ് തീർച്ചയായും സത്യവാന്മാരിൽ ഒരാളാണ്. ആ വാക്കുകൾ കേട്ടപ്പോൾ വർഷങ്ങളായി യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ മേൽ ചുമത്തപ്പെട്ടിരുന്ന എല്ലാ കുറ്റങ്ങളും ഒരു നിമിഷം കൊണ്ട് തകർന്നു വീണു. അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം രാജാവിൻ്റെ മുമ്പിലും ജനങ്ങളുടെ മുമ്പിലും തെളിഞ്ഞു. അപ്പോൾ രാജാവ് പറഞ്ഞു, അദ്ദേഹത്തെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരൂ. ഇന്നു മുതൽ അദ്ദേഹം ഞങ്ങളുടെ വിശ്വസ്തനും ബഹുമാന്യനുമായ വ്യക്തിയാണ്. ഒരു കാലത്ത് കിണറ്റിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു ബാലൻ, അടിമയായി വിറ്റഴിക്കപ്പെട്ട ഒരു യുവാവ്, നിരപരാധിയായിട്ടും ജയിലിൽ അടയ്ക്കപ്പെട്ട ഒരാൾ ഇപ്പോൾ മിസ്രിലെ രാജാവിൻ്റെ ഏറ്റവും വിശ്വസ്തനായ വ്യക്തിയായി മാറാൻ പോവുകയാണ്. മനുഷ്യർ നിന്നെ ഒരു കിണറ്റിലേക്ക് തള്ളിയേക്കാം, അടിമയായി വിറ്റേക്കാം, നിരപരാധിയായിട്ടും ജയിലിൽ അടച്ചേക്കാം. പക്ഷേ അള്ളാഹു നിന്നെ ഉയർത്താൻ തീരുമാനിച്ചാൽ ആ ഉയർച്ചയെ തടയാൻ ലോകത്ത് ഒരു ശക്തിക്കും കഴിയില്ല. യൂസുഫ് നബി അലൈഹിസ്സലാം രാജാവിൻ്റെ സന്നിധിയിലെത്തി. രാജാവ് അദ്ദേഹത്തോട് സംസാരിച്ചു. ഓരോ മറുപടിയിലും രാജാവ് ഒരു കാര്യം മനസ്സിലാക്കി. തൻ്റെ മുന്നിൽ നിൽക്കുന്നത് ഒരു സാധാരണ മനുഷ്യനല്ല, ജ്ഞാനനും അറിവും സത്യസന്ധതയും ദീർഘവീക്ഷണവുമുള്ള ഒരു മഹാനാണ്. അപ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാം രാജാവിനോട് പറഞ്ഞു, ഈ രാജ്യത്തിൻ്റെ ധാന്യശേഖരങ്ങളുടെ ചുമതല എന്നെ ഏൽപ്പിക്കൂ. ഞാൻ വിശ്വസ്തനും അറിവുള്ളവനുമാണ്. രാജാവ് ഉടൻ ആ ഉത്തരവാദിത്വം അദ്ദേഹത്തിന് നൽകി. അങ്ങനെ ഒരിക്കൽ കിണറ്റിൽ ഉപേക്ഷിക്കപ്പെട്ട ആ ബാലൻ മിസ്രിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണ ചുമതല ഏറ്റെടുത്തു. യൂസുഫ് നബി അലൈഹിസ്സലാം ഉടൻ തന്നെ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ധാന്യം ശേഖരിക്കാൻ തുടങ്ങി. വിളവുള്ള 7 വർഷങ്ങളിൽ ആവശ്യത്തിനുള്ളത് മാത്രം ഉപയോഗിച്ചു. ബാക്കിയുള്ള ധാന്യം വളരെ സൂക്ഷ്മമായി സംഭരിച്ചു. ജനങ്ങൾക്ക് അന്ന് അതിൻ്റെ കാരണം മനസ്സിലായില്ല. പക്ഷേ യൂസുഫ് നബി അലൈഹിസ്സലാമിന് അറിയാമായിരുന്നു, അള്ളാഹു അറിയിച്ച ക്ഷാമം വരാൻ ഇനി അധിക സമയമില്ല. 7 വർഷം കഴിഞ്ഞു. ആകാശം മഴ നിർത്തി, വയലുകൾ വരണ്ടു, ധാന്യശേഖരങ്ങൾ കാലിയായി. വിശപ്പ് മിസ്രിൽ മാത്രമല്ല ചുറ്റുമുള്ള എല്ലാ പ്രദേശങ്ങളിലേക്കും പടർന്നു. ആ സമയത്ത് കനാൽ ദേശത്തും കടുത്ത ക്ഷാമം അനുഭവപ്പെട്ടു. അവിടെ താമസിച്ചിരുന്ന യാക്കൂബ് നബി അലൈഹിസ്സലാം തൻ്റെ മക്കളോട് പറഞ്ഞു, മിസ്രിൽ ധാന്യമുണ്ടെന്ന് കേട്ടു, നിങ്ങൾ അവിടെ പോയി ഭക്ഷണം വാങ്ങി വരൂ. അവർ യാത്ര തിരിച്ചു. പക്ഷേ അവർക്ക് അറിയില്ലായിരുന്നു, അവർ ധാന്യം വാങ്ങാൻ പോകുന്നത് വർഷങ്ങൾക്ക് മുമ്പ് കിണറ്റിൽ തള്ളിയ സ്വന്തം സഹോദരന്റെ മുന്നിലേക്കാണെന്ന്. കാലം ഒരിക്കലും ഒരുപോലെ നിൽക്കില്ല. ഇന്ന് ശക്തനായവൻ നാളെ സഹായം ചോദിച്ച് നിൽക്കേണ്ടി വരാം.
ഒരിക്കൽ വേദനിപ്പിച്ചവരുടെ മുന്നിൽ തന്നെ ഒരു ദിവസം നിൽക്കേണ്ടിയും വരാം. ക്ഷാമം ദിനം പ്രതി രൂക്ഷമായി. വിശപ്പ് ഓരോ വീടുകളിലും എത്തിത്തുടങ്ങി. യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ വീട്ടിലും ഭക്ഷണം കുറഞ്ഞു. അപ്പോൾ അദ്ദേഹം തന്റെ മക്കളെ വിളിച്ചു പറഞ്ഞു, മിസ്രിൽ ധാന്യം വിതരണം ചെയ്യുന്നുണ്ടെന്ന് കേട്ടു. നിങ്ങൾ അവിടെ പോയി നമ്മുടെ കുടുംബത്തിനാവശ്യമായ ഭക്ഷണം വാങ്ങിവരൂ. അങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ് സ്വന്തം സഹോദരനെ കിണറ്റിൽ തള്ളിയ ആ സഹോദരന്മാർ ഇപ്പോൾ സഹായം തേടി മിസ്രിലേക്ക് യാത്രയായി. ദീർഘയാത്രയ്ക്ക് ശേഷം അവർ രാജകൊട്ടാരത്തിലെ ധാന്യവിതരണ കേന്ദ്രത്തിലെത്തി. അവിടെ ജനങ്ങളുടെ അപേക്ഷകൾ കേട്ട് എല്ലാം നിയന്ത്രിച്ചു കൊണ്ടിരുന്ന ഒരാൾ യൂസുഫ് നബി അലൈഹിസ്സലാം തന്നെയായിരുന്നു. സഹോദരന്മാർ അദ്ദേഹത്തിന്റെ മുന്നിലെത്തി. യൂസുഫ് നബി അലൈഹിസ്സലാം ഒരു നിമിഷം കൊണ്ട് അവരെ തിരിച്ചറിഞ്ഞു. കാലം മാറിയെങ്കിലും ആ മുഖങ്ങൾ അദ്ദേഹം മറന്നിരുന്നില്ല. പക്ഷേ സഹോദരന്മാർക്ക് അദ്ദേഹത്തെ തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം കിണറ്റിൽ ഉപേക്ഷിക്കപ്പെട്ട ആ ചെറിയ ബാലൻ ഇപ്പോൾ മിസ്രിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരികളിൽ ഒരാളായി മാറിയിരുന്നു. യൂസുഫ് നബി അലൈഹിസ്സലാം അവരോട് കോപത്തോടെ സംസാരിച്ചില്ല, അവരെ അപമാനിച്ചില്ല. ശാന്തമായി അവരുടെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. സംസാരത്തിനിടയിൽ അദ്ദേഹം മനസ്സിലാക്കി, സ്വന്തം ഇളയ സഹോദരനായ ബിൻയാമീൻ അവരോടൊപ്പമില്ല. യൂസുഫ് നബി അലൈഹിസ്സലാം ചോദിച്ചു, നിങ്ങൾ പറഞ്ഞ ആ ഇളയ സഹോദരൻ എവിടെയാണ്? അവർ മറുപടി പറഞ്ഞു, അവൻ ഞങ്ങളുടെ പിതാവിന്റെ കൂടെയാണ്. അപ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാം ഒരു നിബന്ധന വെച്ചു, അടുത്ത തവണ വരുമ്പോൾ നിങ്ങളുടെ ഇളയ സഹോദരനെയും കൂടെ കൊണ്ടുവരണം, അല്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് ഇവിടെ നിന്ന് ധാന്യം ലഭിക്കില്ല. അവർ സമ്മതിച്ചു. യാത്ര തിരിക്കുന്നതിനു മുമ്പ് യൂസുഫ് നബി അലൈഹിസ്സലാം രഹസ്യമായി തന്റെ സേവകരോട് ഒരു നിർദ്ദേശം നൽകി. അവർ ധാന്യത്തിന് നൽകിയ പണം ആരും അറിയാതെ അവരുടെ ചാക്കുകളിൽ തന്നെ തിരികെ വെക്കുക. എന്തിനായിരുന്നു ആ തീരുമാനം? സ്വന്തം സഹോദരന്മാരെ വീണ്ടും മിസ്രിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള അള്ളാഹു ഒരുക്കിയ മനോഹരമായ പദ്ധതിയുടെ ഭാഗമായിരുന്നു അത്. ചില കൂടിക്കാഴ്ചകൾ വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷമാണ് സംഭവിക്കുന്നത്. പക്ഷേ ആ നിമിഷത്തിൽ പോലും വികാരങ്ങൾ മറച്ചു വെക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളുണ്ട്. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തിൽ അത്തരമൊരു ദിവസമെത്തി. സഹോദരന്മാർ ദേശത്തെത്തി. ധാന്യച്ചാക്കുകൾ തുറന്നപ്പോൾ അവർ ഞെട്ടിപ്പോയി. ധാന്യത്തിനായി നൽകിയിരുന്ന മുഴുവൻ പണവും ചാക്കുകൾക്കുള്ളിൽ തന്നെ തിരികെ വെച്ചിരിക്കുന്നു. അവർ ഉടൻ യാക്കൂബ് നബിയുടെ അടുത്തെത്തി. പിതാവേ, നോക്കൂ, ഞങ്ങളുടെ പണം പോലും തിരികെ നൽകിയിരിക്കുന്നു. അടുത്ത തവണ ബിൻയാമിനെയും കൂട്ടിക്കൊണ്ടുപോയാൽ കൂടുതൽ ധാന്യം ലഭിക്കും. യൂസുഫ് നബിയെ നഷ്ടപ്പെട്ട വേദന ഇപ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു. ഇനി ബിൻയാമിനെയും അയക്കാൻ അദ്ദേഹത്തിന് ഭയമായി. ആദ്യം അദ്ദേഹം വിസമ്മതിച്ചു. പക്ഷേ സഹോദരന്മാർ അള്ളാഹുവിന്റെ നാമത്തിൽ സത്യം ചെയ്തു പറഞ്ഞു, ഞങ്ങൾ അവനെ സുരക്ഷിതനായി തിരികെ കൊണ്ടുവരും. ഒടുവിൽ അള്ളാഹുവിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് യാക്കൂബ് നബി അലൈഹിസ്സലാം ബിൻയാമിനെ അവരുടെ കൂടെ അയച്ചു. പുറപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു ഉപദേശം നൽകി. എല്ലാവരും ഒരേ കവാടത്തിലൂടെ നഗരത്തിൽ പ്രവേശിക്കരുത്. വ്യത്യസ്ത കവാടങ്ങളിലൂടെ പ്രവേശിക്കൂ. എന്നാൽ ഓർക്കുക, അള്ളാഹുവിന്റെ വിധിയെ തടയാൻ ആർക്കും കഴിയില്ല. ഞാൻ അള്ളാഹുവിലാണ് ആശ്രയിക്കുന്നത്. അങ്ങനെ സഹോദരന്മാർ വീണ്ടും മിസ്രിലെത്തി. അവരുടെ കൂടെ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ വർഷങ്ങളായി കാണാൻ കൊതിച്ചിരുന്ന തന്റെ ഇളയ സഹോദരൻ ബിൻയാമിനും ഉണ്ടായിരുന്നു. യൂസുഫ് നബി ബിൻയാമിനെ കണ്ട നിമിഷം വർഷങ്ങളായി അടക്കിവെച്ചിരുന്ന വികാരങ്ങൾ ഹൃദയത്തിൽ അലയടിച്ചു. അദ്ദേഹം ഒരു അവസരം നോക്കി ബിൻയാമിനെ ഒറ്റയ്ക്ക് വിളിച്ചു. പിന്നീട് ശാന്തമായി പറഞ്ഞു, ഞാനാണ് നിന്റെ സഹോദരൻ യൂസുഫ്. അവർ മുമ്പ് ചെയ്ത കാര്യങ്ങൾ നീ ദുഃഖിക്കേണ്ട. ആ നിമിഷം ബിൻയാമിന്റെ കണ്ണുകൾ നിറഞ്ഞു. വർഷങ്ങൾക്കു ശേഷം മരിച്ചുവെന്ന് കരുതിയിരുന്ന സ്വന്തം സഹോദരൻ തന്റെ മുന്നിൽ ജീവനോടെ നിൽക്കുകയായിരുന്നു. എന്നാൽ യൂസുഫ് നബി അലൈഹിസ്സലാം ബിൻയാമിനും വീണ്ടും വിട്ടയക്കാൻ മനസ്സിലായിരുന്നു. പക്ഷേ അത് ബലപ്രയോഗത്തിലാകരുത്. അള്ളാഹു ഒരുക്കിയ മറ്റൊരു പദ്ധതിയായിരുന്നു ഇനി നടക്കാൻ പോകുന്നത്. അള്ളാഹുവിന്റെ പദ്ധതികൾ മനുഷ്യർക്ക് പലപ്പോഴും മനസ്സിലാകില്ല. ചില സംഭവങ്ങൾ ആദ്യം നോക്കുമ്പോൾ പരീക്ഷണമായി തോന്നും. പക്ഷേ അതിന്റെ പിന്നിൽ അള്ളാഹുവിന്റെ മഹത്തായ ഹിക്മത്ത് ഒളിഞ്ഞിരിക്കും. ബിൻയാമിനും വീണ്ടും ഒന്നിച്ചു ചേർന്നതിന്റെ സന്തോഷം യൂസുഫ് നബിയുടെ ഹൃദയത്തിൽ നിറഞ്ഞു. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം കിട്ടിയ ഈ സഹോദരനെ വീണ്ടും നഷ്ടപ്പെടുത്താൻ അദ്ദേഹം മനസ്സിലായിരുന്നു. അള്ളാഹുവിന്റെ മാർഗനിർദ്ദേശപ്രകാരം ഒരു പദ്ധതി ഒരുക്കപ്പെട്ടു. ധാന്യം നിറച്ച ചാക്കുകൾ യാത്രക്കായി തയ്യാറായി പുറപ്പെടാൻ നേരം രാജാവിന്റെ ധാന്യമളക്കുന്ന വിലപ്പെട്ട വെള്ളിപ്പാത്രം രഹസ്യമായി ബിൻയാമിന്റെ ചാക്കിൽ വെച്ചു. അല്പസമയം കഴിഞ്ഞപ്പോൾ ഒരു വിളി മുഴങ്ങി, നിർത്തൂ, രാജാവിന്റെ പാത്രം കാണാനില്ല. നിങ്ങളിൽ ആരോ അത് എടുത്തിരിക്കുന്നു. സഹോദരന്മാർ ഞെട്ടിപ്പോയി. അള്ളാഹു ആണ് സാക്ഷി, ഞങ്ങൾ മോഷ്ടിക്കാൻ വന്നവരല്ല.
ഉദ്യോഗസ്ഥർ ഓരോ ചാക്കും പരിശോധിക്കാൻ തുടങ്ങി. ഒന്നൊന്നായി എല്ലാ ചാക്കുകളും തുറന്നു. അവസാനം ബിനിയാമിന്റെ ചാക്ക് തുറന്നപ്പോൾ ആ വെള്ളിപ്പാത്രം അതിനുള്ളിൽ നിന്ന് പുറത്തു വന്നു. ഒരു നിമിഷം എല്ലാവരും നിശബ്ദരായി. സഹോദരന്മാർക്ക് വിശ്വസിക്കാനായില്ല. അവർ പറഞ്ഞു, ഇദ്ദേഹം മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അത്ഭുതമില്ല. മുമ്പ് അദ്ദേഹത്തിന്റെ ഒരു സഹോദരനും ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ആ വാക്കുകൾ യൂസുഫ് നബിയുടെ ഹൃദയത്തെ വേദനിപ്പിച്ചു. കാരണം അവർ ഇപ്പോഴും അദ്ദേഹത്തെക്കുറിച്ച് കള്ളാരോപണം ഉന്നയിക്കുകയായിരുന്നു. എന്നിട്ടും യൂസുഫ് നബി അലൈഹിസ്സലാം ഒന്നും പറഞ്ഞില്ല. അദ്ദേഹം തന്റെ വികാരങ്ങൾ അള്ളാഹുവിന് സമർപ്പിച്ച് മൗനം പാലിച്ചു. സഹോദരന്മാർ അപേക്ഷിച്ചു, ഇദ്ദേഹത്തിന് പകരം ഞങ്ങളിൽ ഒരാളെ പിടിച്ചുവെക്കൂ. ഞങ്ങളുടെ പിതാവിന് ഇത് സഹിക്കാൻ കഴിയില്ല. പക്ഷേ നിയമപ്രകാരം പാത്രം ആരുടെ ചാക്കിൽ നിന്നാണോ കണ്ടെത്തിയത് അയാൾ അവിടെ തുടരേണ്ടതായിരുന്നു. അങ്ങനെ ബിൻയാമിൻ മിസ്രിൽ തന്നെ നിന്നു. സഹോദരന്മാർ കനത്ത ദുഃഖത്തോടെ പിതാവിന്റെ അടുത്തേക്ക് മടങ്ങാൻ തുടങ്ങി. എന്നാൽ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യം ഇനി വെളിപ്പെടാൻ പോകുകയായിരുന്നു. ചില സത്യങ്ങൾ വർഷങ്ങളോളം മറഞ്ഞു കിടക്കും. പക്ഷേ അള്ളാഹു തീരുമാനിക്കുന്ന നിമിഷത്തിൽ ആ സത്യം കേൾക്കുന്നവരുടെ ഹൃദയം പോലും വിറച്ചുപോകും. ബിൻയാമിൻ മിസ്രിൽ തന്നെ നിന്നു. മറ്റു സഹോദരന്മാർ ഭാരമേറിയ ഹൃദയത്തോടെ ദേശത്തേക്ക് മടങ്ങി. യാക്കൂബ് നബി വാർത്ത കേട്ടപ്പോൾ അദ്ദേഹത്തിന്റെ ദുഃഖം വീണ്ടും വർദ്ധിച്ചു. യൂസുഫിന്റെ വേർപാടിന്റെ വേദന, ഇപ്പോൾ ബിൻയാമിന്റെ വേർപാടും. അദ്ദേഹം അള്ളാഹുവിനോട് മാത്രം തന്റെ സങ്കടം പറഞ്ഞു. പിന്നീട് മക്കളോട് പറഞ്ഞു, പോയി യൂസുഫിനെയും ബിൻയാമിനെയും അന്വേഷിക്കൂ. അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ ഒരിക്കലും പ്രതീക്ഷ നഷ്ടപ്പെടുത്തരുത്. പിതാവിന്റെ വാക്കുകൾ കേട്ട് സഹോദരന്മാർ വീണ്ടും മിസ്രിലേക്ക് യാത്രയായി. ഇത്തവണ അവരുടെ കയ്യിൽ പണമില്ല, മനസ്സിൽ പ്രതീക്ഷ മാത്രം. അവ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ എത്തി വിനയത്തോടെ പറഞ്ഞു, ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും കടുത്ത ദുരിതമാണ്. ഞങ്ങൾ കുറച്ച് സാധനങ്ങളുമായാണ് വന്നിരിക്കുന്നത്. ദയവായി ഞങ്ങൾക്ക് ധാന്യം നൽകുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. ആ വാക്കുകൾ കേട്ടപ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ഹൃദയം നിറഞ്ഞു. വർഷങ്ങളായി കാത്തിരുന്ന നിമിഷമെത്തി. അദ്ദേഹം ശാന്തമായി ചോദിച്ചു, നിങ്ങൾ നിങ്ങളുടെ സഹോദരനായിട്ടുള്ള യൂസുഫിനോടും അവന്റെ സഹോദരനോടും നിങ്ങൾ എന്താണ് ചെയ്തതെന്ന് ഓർമ്മയുണ്ടോ? ആ ചോദ്യം കേട്ട് സഹോദരന്മാർ ഞെട്ടി. അവർ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. പിന്നീട് വിറയുന്ന ശബ്ദത്തിൽ ചോദിച്ചു, അങ്ങ് യൂസുഫ് തന്നെയാണോ? യൂസുഫ് നബി അലൈഹിസ്സലാം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതെ, ഞാനാണ് യൂസുഫ്. ഇതാണ് എൻ്റെ സഹോദരൻ. ആ ഒരു വാചകം വർഷങ്ങളായി മറഞ്ഞുകിടന്ന സത്യം വെളിച്ചത്തു കൊണ്ടുവന്നു. സഹോദരന്മാർ തല കുനിച്ചു. അവർ കരഞ്ഞു, അള്ളാഹുവാണ് സാക്ഷി, ഞങ്ങൾ വലിയ തെറ്റ് ചെയ്തു. അള്ളാഹു തീർച്ചയായും അങ്ങയെ ഞങ്ങളെക്കാൾ ഉയർത്തിയിരിക്കുന്നു. ഇനി എല്ലാവരും കരുതിയത് ഒരേ ഒരു കാര്യമാണ്, യൂസുഫ് നബി ഞങ്ങളോട് പ്രതികാരം ചെയ്യുമെന്ന്. പക്ഷേ ലോകത്തെ ഇന്നും കണ്ണുനിറയിക്കുന്ന മറുപടിയാണ് അദ്ദേഹം നൽകാൻ പോകുന്നത്. പ്രതികാരം ചെയ്യാൻ ശക്തിയില്ലാത്തവൻ ക്ഷമിച്ചാൽ അത് ബലഹീനതയായിരിക്കാം. പ്രതികാരം ചെയ്യാൻ പൂർണ്ണ അധികാരമുണ്ടായിട്ടും പൊറുക്കുന്നവൻ അവനാണ് യഥാർത്ഥ വിജയി. യൂസുഫ് നബി അലൈഹിസ്സലാം ആ ദിവസം ലോകത്തിന് പഠിപ്പിച്ചത് അതായിരുന്നു. കൊട്ടാരം നിശബ്ദമായി. സഹോദരന്മാർ തല കുനിച്ചു നിൽക്കുകയാണ്. ഒരിക്കൽ കിണറ്റിലേക്ക് തള്ളിയ സഹോദരൻ ഇന്ന് അവരുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുന്ന ഭരണാധികാരിയായി അവരുടെ മുന്നിൽ നിൽക്കുന്നു. അവർക്ക് അറിയാമായിരുന്നു, ഇനി യൂസുഫ് നബി അലൈഹിസ്സലാം എന്ത് ശിക്ഷ വിധിച്ചാലും അത് ന്യായമായിരിക്കും. പക്ഷേ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ഹൃദയത്തിൽ പ്രതികാരമല്ല ഉണ്ടായിരുന്നത്, അള്ളാഹുവിലുള്ള വിശ്വാസവും കരുണയും മാത്രമായിരുന്നു. അദ്ദേഹം സ്നേഹത്തോടെ അവരോട് പറഞ്ഞു, ഇന്ന് ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല. അള്ളാഹു നിങ്ങളോട് പൊറുക്കട്ടെ. അവനാണ് ഏറ്റവും കരുണയുള്ളവൻ. ആ വാക്കുകൾ കേട്ടപ്പോൾ സഹോദരന്മാർക്ക് കണ്ണീർ അടക്കാനായില്ല. വർഷങ്ങളായി ഹൃദയത്തിൽ കിടന്ന കുറ്റബോധം പൊട്ടിക്കരഞ്ഞു. യൂസുഫ് നബി അലൈഹിസ്സലാം പിന്നെ തന്റെ കുപ്പായം അവർക്ക് നൽകി പറഞ്ഞു, ഈ കുപ്പായം എൻ്റെ പിതാവിന് കൊടുക്കുക. അള്ളാഹുവിന്റെ അനുവാദത്തോടെ അദ്ദേഹത്തിന് വീണ്ടും കാഴ്ച ലഭിക്കും. പിന്നെ ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും കൂട്ടി എൻ്റെ അടുത്തേക്ക് വരിക. സഹോദരന്മാർ ഉടൻ ദേശത്തേക്ക് യാത്ര തിരിച്ചു. അവർ എത്തുന്നതിന് മുമ്പേ യാക്കൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞു, എനിക്ക് യൂസുഫിന്റെ സുഗന്ധം അനുഭവപ്പെടുന്നു. ചുറ്റുമുണ്ടായിരുന്നവർക്ക് അത് മനസ്സിലായില്ല. അല്പസമയത്തിനു ശേഷം സഹോദരന്മാർ യൂസുഫ് നബിയുടെ കുപ്പായവുമായി എത്തി. അത് യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ മുഖത്തേക്ക് വെച്ചപ്പോൾ അള്ളാഹുവിന്റെ അനുവാദത്തോടെ അദ്ദേഹത്തിന്റെ കാഴ്ച തിരിച്ചു കിട്ടി. ആ നിമിഷം ഒരു പിതാവിന്റെ വർഷങ്ങളായുള്ള കണ്ണുനീർ സന്തോഷക്കണ്ണീരായി മാറി. കിണറ്റിലേക്ക് തള്ളപ്പെട്ട ആ കുഞ്ഞ്, അടിമയായി വിറ്റഴിക്കപ്പെട്ട ആ യുവാവ്, നിരപരാധിയായിട്ടും ജയിലിൽ കിടന്ന ആ മനുഷ്യൻ,
ഇന്ന് അള്ളാഹുവിൻ്റെ വാഗ്ദാനം സ്വന്തം കണ്ണുകൊണ്ട് കാണാൻ പോകുകയാണ്. യാക്കൂബ് നബി അലൈഹിസ്സലാം കാഴ്ച തിരിച്ചു കിട്ടിയ ശേഷം മുഴുവൻ കുടുംബവും മിസ്രിലേക്ക് യാത്ര തിരിച്ചു. വർഷങ്ങളായുള്ള വേർപാടിനു ശേഷം ഒരു പിതാവ് തൻ്റെ പ്രിയപ്പെട്ട മകനെ കാണാൻ പോകുന്നു. മിസ്രിൻ്റെ അതിർത്തിയിൽ യൂസുഫ് നബി അലൈഹിസ്സലാം സ്വന്തം കുടുംബത്തെ സ്വീകരിക്കാൻ നേരിട്ടെത്തി. വർഷങ്ങൾക്കു ശേഷം പിതാവും മകനും പരസ്പരം കണ്ടു. അവർ പരസ്പരം ആലിംഗനം ചെയ്തു. ആ നിമിഷം വർഷങ്ങളായുള്ള കണ്ണുനീരും കാത്തിരിപ്പും ഒരൊറ്റ കൂടിക്കാഴ്ചയിൽ അവസാനിച്ചു. യൂസുഫ് നബി തൻ്റെ മാതാപിതാക്കളെ വലിയ ആദരവോടെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. മാതാപിതാക്കളെ ഉയർന്ന സ്ഥാനത്തിരുത്തി. കുടുംബാംഗങ്ങൾ എല്ലാവരും അദ്ദേഹത്തോട് ആദരവ് പ്രകടിപ്പിച്ചു. ആ നിമിഷം ബാല്യത്തിൽ കണ്ട ആ സ്വപ്നം യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തി. 11 നക്ഷത്രങ്ങൾ, സൂര്യൻ, ചന്ദ്രൻ എല്ലാവരും ആദരവോടെ തൻ്റെ മുന്നിൽ. യൂസുഫ് നബി അലൈഹിസ്സലാം കണ്ണു നിറഞ്ഞുകൊണ്ട് പിതാവിനോട് പറഞ്ഞു, പിതാവേ, ഇതാണ് ഞാൻ ബാല്യത്തിൽ കണ്ട സ്വപ്നത്തിൻ്റെ പൂർത്തീകരണം. എൻ്റെ റബ്ബ് അതിനെ സത്യമായി മാറ്റിയിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന ഇതാണ്. അസൂയ നാശത്തിലേക്കാണ് നയിക്കുന്നത്. ക്ഷമയുള്ളവരെ അള്ളാഹു ഒരിക്കലും കൈവിടില്ല. ഓരോ പരീക്ഷണത്തിനും പിന്നിൽ അള്ളാഹുവിൻ്റെ ഹിക്മത്തുണ്ട്. പൊറുക്കുന്നവരെ അള്ളാഹു ഉയർത്തും. അള്ളാഹുവിൽ വിശ്വാസം അർപ്പിച്ചാൽ ഒരു കിണറ്റിൽ നിന്ന് പോലും കൊട്ടാരത്തിലേക്ക് ഉയർത്താൻ അവന് കഴിയും. യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം ഒരു കഥ മാത്രമല്ല, ജീവിതത്തിൽ ഒരു പ്രതീക്ഷ നഷ്ടപ്പെടുന്ന ഓരോ വിശ്വാസിക്കും അള്ളാഹു നൽകിയ മഹത്തായ സന്ദേശമാണ്.